സോറി. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി ഒറ്റ ചടങ്ങൂടെ മാത്രം. എന്തോന്ന്? എന്റെ ആദ്യ രാത്രി എന്റെ മോളൂസ് കാത്തിരിക്കുമല്ലേ, ഞാൻ അകത്തോട്ട് പോട്ടെ. പിന്നെ അല്ല, ചെറുക്കനങ്ങ് ധൃതിയായി പോയി. എന്തായാലും നിന്റെ കല്യാണം നല്ല അടിപൊളിയായിട്ട് ഈ ബെസ്റ്റ് നടത്തി തന്നില്ലേ, അതിന് നിനക്ക് നന്ദി വേണം. അതൊക്കെ എപ്പോഴും കാണും. കാര്യം ശരിയാ, എല്ലായിടത്തും ബന്ധുക്കാരും കാരണവരോ കല്യാണം നടത്തുന്നേ. ആദ്യമായിട്ട് ഒരു ബെസ്റ്റ് എന്റെ കല്യാണം നടത്തി തരുന്നേ, അതിന്റെ നന്ദി എപ്പോഴും ഉണ്ടാവും. സമാധാനമായിട്ട് ഇനി വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അയ്യോ, നീ ചാവാൻ പോവാന്നോ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിന്റെ കല്യാണമായിട്ട് 4-5 ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഓടി നടക്കുമല്ലേ, ഇനി വേണം എനിക്കൊന്ന് സ്വകാര്യായിരുന്നു ഉറങ്ങാൻ. നീ ഓടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കാര്യം മാത്രം ഇഷ്ടപ്പെട്ടില്ല. എന്തോന്ന്? ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഇങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞേ? ഈ വീട് മുതല് അങ്ങ് ആ ജംഗ്ഷൻ വരെ ലൈറ്റ് ഇട്ടുകൂടായിരുന്നോ? അത് നമുക്ക് നിന്റെ അടുത്ത കല്യാണത്തിന് നോക്കാന്നേ. അല്ല, ഇനി ഉണ്ടല്ലേ അങ്ങനെ. അപ്പോഴേ ഞാൻ അകത്തോട്ട് പോട്ടെ, എന്റെ മോളൂസ് കാത്തിരിക്കുക. നീ എനിക്കുള്ള പാലും കാച്ചിക്കൊണ്ടങ്ങ് വന്നേക്കണം. ഓക്കെ? കണ്ടാ അവന്റെ സ്വഭാവം മാറിയത്. ഇന്നലെ വരെ അവനെല്ലായിരുന്നു ഞാൻ. ഇപ്പൊ ഒരു പെണ്ണ് വന്നതോടി ഞാനാണെങ്കിൽ കറിയിലിട്ട കറിവേപ്പില നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ. എന്തോടാ? നിന്റെ മൂന്നാമത്തെ കൊച്ചിന്റെ 28 കിട്ടും. ഈ പന്തൽ പണിക്കാരനായി ഞാൻ തരണം പൈസ. ഇല്ലയോ? ഇവിടെ പണിക്ക് വിളിക്കുമ്പോൾ പണിക്ക് വരണം. അല്ലാതെ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ നിനക്ക് ഇതുപോലുള്ള ആഘോഷങ്ങൾ നടത്തേണ്ടി വരും. ഞാൻ ഇന്നലെ കല്യാണം നടന്ന വീട്ടിൽ നിൽക്കുക. ഞാൻ പൈസ മേടിച്ചിട്ട് നിനക്ക് കുറച്ച് അയച്ചു തരാം. ഞാൻ ഇവിടെ നേരത്തെ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ പുള്ളിക്കാരൻ നാളെ രാവിലെ കാണാൻ ഹണിമൂണിന് പോയാലേ എനിക്ക് പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് മേടിച്ചിട്ട് നിനക്ക് അയച്ചു തരാം. ഓക്കെ? ശരിയാക്കി. ഒരു കല്യാണം നടന്ന വീടാ. ഇവിടെ മനുഷ്യന് മാഞ്ചാതിയൊന്നുമില്ല. സാറേ, സാറേ, ആരേത്? പൊരിക്കൽ കരീം കേട്ടിട്ടുണ്ടോ? അയ്യോ, കേട്ടിട്ടുമുണ്ട്, തിന്നിട്ടുമുണ്ട്. അതല്ല പറഞ്ഞേ, പന്തലിട്ട കരീം. ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ? ഇന്നെന്റെ ആദ്യ രാത്രിയാന്ന്. നിങ്ങൾക്ക് ആദ്യ രാത്രി ആണെങ്കിൽ എനിക്ക് എന്റെ ആദ്യ രാത്രി എനിക്ക് ജോലിക്കാർക്ക് കാശ് കൊടുക്കണം. ഇങ്ങോട്ട് വാവരും. ഓ, പണ്ടുള്ളവര് പറയുന്ന ഇതാ, കല്യാണം കഴിച്ചാൽ സമാധാനം പോകുന്നു. എന്തോന്നടേ? കല്യാണമൊക്കെ എങ്ങോട്ടായിരുന്നു? ജോറായിരുന്നോ? കല്യാണം ബോറായിരുന്നോ? ജോറായിരുന്നോ? അടിപൊളിയായിരുന്നോ? കല്യാണം പിന്നെ അടിപൊളിയല്ലായിരുന്നോ? പക്ഷെ ചില മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യില്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. വലിയ കല്യാണം അല്ലായിരുന്നു. നിങ്ങളല്ല ഈ ഈവന്റ് മാനേജ്മെന്റ് മൊത്തം നടത്തുന്ന ഈ കല്യാണം. എന്റെ ബെസ്റ്റ് ഏർപ്പാട് ചെയ്തോണ്ടാ ഞാൻ പിന്നെ ഒന്നും മിണ്ടാഞ്ഞത്. കല്യാണം കുറി അടിച്ചത് എങ്ങനാ? അച്ചടിച്ചതാ? ആടച്ചടിച്ച്? അച്ചടിച്ചതല്ല പറഞ്ഞ വൃന്ദയാന്ന്. ഞാൻ പറഞ്ഞു സുമേഷ് വിത്ത് ആനക്കുട്ടിന്ന് എഴുതാൻ. അതിന് നീയൊക്കെ അടിച്ചു വെച്ചേക്കുവാ സുമേഷ് വിത്ത് ആനക്കുട്ടിന്ന്. അത് മാത്രം ഞാൻ പെണ്ണിന്റെ കഴുത്തിലോട്ട് താലിയെടുത്ത് കെട്ടാൻ നേരത്ത് ആ കലവറയിൽ എന്തോ ഒരു അടിയും ചീത്തവിളിയായിരുന്നേ. അതിന് ഞങ്ങളുടെ തോളയിലുണ്ടായി. അത് ഞങ്ങളൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പൂപ്പനാ ചെയ്ത്. ഞങ്ങളുടെ അപ്പൂപ്പനാ? അങ്ങേരെന്തോ ഇത്? അങ്ങാര് കലവറ കയറി വന്ന് ആ ചിക്കൻ കറി വെക്കുന്നിടത്ത് വന്ന് അങ്ങ് തുമ്മി. എന്നിട്ട് അങ്ങാറ് വെപ്പൂല്ലൂരി ആ ചിക്കൻ കറിക്കകത്ത് കുറച്ച് കഴിഞ്ഞപ്പോ പന്തലിൽ നിന്ന് ഒരു കൊച്ചു ചേർക്കാൻ നിലമെടുത്തോണ്ട് ഓടുന്നു. അതെന്തോത്തിന് ഓടിയത്? അവന് വിളമ്പിയ ചിക്കൻ ഇരുന്ന് ചിരിക്കുന്നെന്ന്. ഈ കളവനെ കൊണ്ട് തോറ്റ്. ചുമ്മാ അതല്ല, നിന്റെ ആഹാരത്തിന് എല്ലാം അവിടെ കുറ്റം പറഞ്ഞത്. എന്റെ ആഹാരത്തിനൊന്നും ഒരു മനുഷ്യനും ഇതുവരെ കുറ്റം പറഞ്ഞില്ല. നല്ല സൂപ്പർ പാചകക്കാരൻ. പാചകമായിരുന്നു. 1-2 നിന്റെ നമ്പർ മേടിച്ചോണ്ടാ പോയേക്കുന്നത്. ഓർഡർ തരാനാ? എന്നെ ഇവിടുന്ന് വോട്ട് ചെയ്യാനാ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, 2 ഐറ്റം അടിപൊളിയായിരുന്നു. അങ്ങനെ പറ. അതെവിടെ ചെന്നാലും അത് പറയാറുണ്ട് 2 ഐറ്റം സൂപ്പറാണ്. ഏതൊക്കെയായിരുന്നു ആ 2 ഐറ്റം? കുപ്പിവെള്ളവും ടിഷ്യൂ പേപ്പറും. കളിയാക്കിയതാണോ? എനിക്കിപ്പോ പൈസ വേണമല്ലോ. പൈസ വേണം. നീ ഒരു കാര്യം ചെയ്യും, പോയിട്ട് രാവിലെ വാ. എടാ, ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന പുതുപെണ്ണല്ലേ, അവക്ക് ഇവിടെ ഒന്നും അറിയത്തില്ല. ഞാൻ അങ്ങോട്ടൊന്ന് പൊക്കോട്ടെ. സാർ ഒരു കാര്യം ചെയ്യും, എന്റെ പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ സാറിന്റെ പെണ്ണും പിള്ളേരുടെ അടുത്ത് പോവും. സാറിന്റെ പാട്ടിനും പൊക്കൂടെ? എങ്ങനെ? അതല്ല, തിരിച്ചു പൈസ തന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പാട്ടിന് പോവും. സാറിന്റെ പെണ്ണിന് അടുത്തോട്ട് പോകും. അങ്ങനെ ക്യാമറമാന് പൈസ കൊടുക്കാറുണ്ട്. അവന് ഞാൻ 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. അവൻ എന്തിനു ഞാൻ പൈസ കൊടുക്കണം? അയ്യോ, നല്ല സൂപ്പർ ക്യാമറമാനാ. അവൻ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡൊക്കെ മേടിച്ചൊരു നല്ല കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. സൂപ്പർ ഫോട്ടോഗ്രാഫർ. ഏത് ഫോട്ടോയ്ക്ക് അവാർഡ് മേടിച്ചടാ? അവന്റെ എന്താ ഇരുട്ട്. അപ്പൊ അത് കറക്റ്റാ ഞാൻ പറഞ്ഞു വരുന്നത്. അവന്റെ എല്ലാ ഫോട്ടോയും ഇരുട്ടാ. എടാ, നിനക്കറിയോ അവൻ കല്യാണം എടുത്ത് എങ്ങനെയാന്ന്? ഞാൻ നോക്കുമ്പോണ്ടല്ലോ ക്യാമറയുടെ ലെൻസിന്റെ അടപ്പിട്ടോണ്ട് അവൻ എന്റെ കല്യാണം എടുത്തേക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞു മൊത്തം ഇരുട്ടാന്ന്. പോരാത്തതിന് എന്നെ മെനങ്ങാന്ന് സേവ് ദ ഡേറ്റിന് വിളിച്ചു. ഞാനും എന്റെ പെണ്ണും പിള്ളേയും കൂടെ ഒരു കായലിന്റെ അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ കായലിന്റെ അവിടെ ചെന്നപ്പോ അവക്കൊരു വഞ്ചി എടുത്തു കൊടുത്തിട്ട് പറയാ തുഴഞ്ഞോളാൻ. പിറ്റേന്ന് രാവിലെ അവളെ എനിക്ക് കിട്ടിയത് അറിയാം മോളെ.
ഫോട്ടോയാന്നോ? കോട്ടയല്ല, അവളെ കിട്ടിയെന്ന്. അതും കൊച്ചി കാലിട്ട് ഞാൻ പിടിച്ചോണ്ട് വന്നു. അതുപോലെ പന്തലിട്ട് കഴിഞ്ഞതിന് ശേഷം പലയിടത്തും ചെന്ന് പൈസ ചോദിക്കുമ്പോൾ ഇതേപോലുള്ള കുറെ ഊടായ്പകൾ പറയും. ഈ കല്യാണത്തിന് ഇവിടെ ചുക്കാൻ പഠിച്ച നിങ്ങളുടെ മാമൻ എന്തിയാ? പുള്ളി വിളി, ഞാൻ സംസാരിക്കാം, എനിക്ക് പൈസ വേണം. മാമനൊന്നും ഇവിടെ ഇല്ല. ഇല്ല. അങ്ങേരാണെങ്കിൽ ഒരു ചെറിയൊരു കോമഡി സംഭവിച്ചു. എന്തുവാ? അങ്ങേര് ഇപ്പൊ ആശുപത്രി കിടക്കുവന്ന്. എന്താ പറ്റി? സംഭവം ഒന്നുമില്ല, അങ്ങേർക്ക് ഈ രാവിലെ നടക്കാൻ പോകുന്നൊരു ശീലമുണ്ട്. മെനങ്ങാതെ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയപ്പോ ഒരു ചുമന്ന ബെർമൂഡ ഇട്ടുകൊണ്ട് നടക്കാൻ പോയി. പോയ വഴി നോക്കടാ ഒരു പോത്ത് ചുമന്ന കളർ കണ്ടാ വിടുവോ? അമ്മാവനെ ഓടിച്ച് അമ്മാവനെ നിക്കറിട്ടോണ്ട് പാറ ഓട്ടം ഓടി. എന്നാ പിന്നെ പുള്ളിക്ക് ആ ബെർമൂഡ ഊരിട്ടിട്ട് പോയ പോരായിരുന്നോ? ഓടിക്കൊണ്ടിരുന്നപ്പോ അമ്മാവന് ഈ ബുദ്ധി വന്നു. അപ്പോഴേ അമ്മാവൻ ഈ ബെർമൂഡ ഊരി പോത്തിനിട്ട് കൊടുത്ത് പോത്തിന്റെ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്തു. പുള്ളി ആശുപത്രി പോയി കിടന്നാ ഞാൻ ആലോചിക്കുന്നത്. തല്ലി കഥ ഓടിച്ചെന്ന് കയറിയത് തൊഴിലുറപ്പുകാർ ജോലി ചെയ്തോണ്ട് നിർത്ത്. അവര് വിടുവോ? നമ്മട്ടിലേക്ക് അടിച്ചെടുത്ത് ആശുപത്രി ഇട്ടവര്. നല്ലത് പോത്ത് കുത്തിച്ചാവും. പിന്നല്ലാതെ കഥയും കാര്യങ്ങളൊന്നും എനിക്ക് കേട്ടാ എനിക്ക് പൈസ വേണം. നീ എന്തിനാ ഇങ്ങനെ തളയ്ക്കുന്നേ? നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഇവിടെ എന്തോ ഒരു ഫുഡ് ബാക്കിയൊന്നും അറിയാമോ? അതിന്റെയൊക്കെ പൈസ ഞാൻ സഹിക്കണ്ടേ? ഫുഡിന്റെ കാര്യം ഞാൻ പറയത്തില്ല, അത് ഞാൻ ഏക്കത്തുമില്ല. കാര്യം എന്താ അറിയോ? നിങ്ങളോട് ഒരു ഗുസ്തിക്കാരി ഉണ്ടായിരുന്നല്ലേ, ആ പങ്കത്തായ കാരണക്കാരി. അയ്യോ, ഗുസ്തിയല്ല, എന്റെ ബെസ്റ്റി. ആ കൊച്ചിനെ വിളി, ഞാൻ ചോദിക്കാം. അപ്പൊ സ്റ്റെല്ല, സ്റ്റെല്ല ഇങ്ങോട്ട് വാ. കണ്ടോ, ഒരാള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സാമാന്യ മര്യാദ നിങ്ങൾ കാണിച്ചോ. പക്ഷെ ആ കൊച്ചു കാണിച്ചു, അതിന് ആ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നോട് മക്കളെ, പറയണ്ടത് ഇത് പെണ്ണിനും ചെറുക്കനും കുടിക്കാൻ കൊണ്ടുവന്ന പാലാ. ഞാൻ കുടിച്ചാൽ അങ്ങോട്ട് ഇറങ്ങത്തില്ല. ചുമ്മാ അല്ല ഉരുവി ഇറങ്ങിയത്. ഇയാള് പറയുന്നു നീ ഞാൻ ഇവിടുത്തെ ആഹാരം മൊത്തം വേസ്റ്റ് ആക്കിയെന്ന്. ഞാനെന്തോ ഇത് ആന്നാണ് ആ റിസപ്ഷനിൽ പാട്ട് പാടണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഈ പെങ്ങത്തിന് ഒരേ നിർബന്ധം, പാട്ട് വേണമെന്ന്. നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനെ വിളിച്ചോണ്ടാണ് ആ റിസപ്ഷനിൽ പാട്ട് പാടിച്ചു. എന്നിട്ട് എന്തോ 1000 പേരുന്ന പന്തിയായിരുന്നു. ഒറ്റ അടിക്കല്ലേ 500 പേര് പറഞ്ഞേ. അങ്ങനെ ആ കുട്ടി വെച്ചല്ലേ. എനിക്ക് നീ ഇപ്പൊ കൊടുത്ത എന്റെ കണക്ക് മൊത്തം എനിക്കിപ്പോ വേണം. കണക്ക് ഞാൻ പറഞ്ഞുതരാം. സാരി 60,000 രൂപ. 60,000 രൂപയുടെ സാരി? 60,000 രൂപയുടെ സാരി. 20,000 രൂപയുടെ സാരി നിങ്ങളുടെ ഭാര്യക്ക് എടുത്തു. 40,000 രൂപയുടെ സാരി നിങ്ങളുടെ ബെസ്റ്റ് എടുത്തു. ബേബിയുടെ കല്യാണത്തിന് ഞാൻ വേണ്ട ഒരുങ്ങി നിൽക്കാന്. അത് മാത്രമാണോ? ഞങ്ങൾ രണ്ടുപേരുടെ പോയി ലോഡ്ജ് ബുക്ക് ചെയ്തു. അല്ല, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. ഓഡിറ്റോറിയം 2.5 ലക്ഷം രൂപയായി. 2.5 ലക്ഷം രൂപ? AC വേണമെന്ന് പറഞ്ഞു ബസ്റ്റി. എന്തിന് ബെസ്റ്റ് AC? ബേബി ഒന്നാതെ ഭയങ്കര ചൂടാ. എന്റെ ബേബിയുടെ കല്യാണത്തിന് വരുന്നവര് നല്ല കൂളായിട്ട് വേണ്ട ഇരിക്കാൻ. അങ്ങനെ നീ ഫുഡിന് എത്ര ആയി? ഫുഡിന് 3.5 ലക്ഷം രൂപ. എല്ലാം കൂടെ 10 രൂപ കാണും. എല്ലാം കൂടെ ഒരു 7 ലക്ഷം രൂപയായിട്ടുണ്ട്. പോക്ക് വരവ് എല്ലാം കൂടെ ചേർത്ത് 7 ലക്ഷം രൂപ. ഇതുണ്ടെങ്കിൽ 4 എണ്ണത്തിനെ കെട്ടാല്ലേ? ആദ്യം നീ ഒന്ന് കേട്ടില്ല കടം തീർക്കുക, എന്നിട്ടല്ലേ ബാലൻസ്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പൊ ഒരു 3 ലക്ഷം രൂപ അങ്ങോട്ട് തരും. ബാക്കി വാശി ചെന്നിട്ട് തരും. ഞാൻ ഇയാളോട് കാശ് ചോദിക്കുമ്പോ ഇയാള് പറയുക വാശിക്ക് തരാന്ന്. വാശി എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഒരു സ്ഥലമാ. അടുത്ത ആഴ്ച ഞാൻ കയറി പോകും. എനിക്ക് അവിടെ ജോലി, അവിടെ ചെന്നിട്ട് തരും. അങ്ങനെ നീ ഒരു കാര്യം ഉള്ളത് എടുത്തോട്ടോ. പുള്ളിക്ക് എവിടാ ജോലി? അവന് കപ്പല്ല ജോലി. അടുത്ത ആഴ്ച അവൻ ട്രെയിൻ കയറും. ഈ കപ്പലിൽ ജോലിയുള്ളവൻ വലിക്കാനാണോ ട്രെയിനകത്ത് എന്ന് അവനെ കപ്പലിൽ കയറിയ ഇവിടുന്ന് അങ്ങോട്ട് പോണ്ടേ ഓണം. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ കൊണ്ടുവരാൻ കാശുണ്ടല്ലോ 3 ലക്ഷം രൂപ, അത് എനിക്ക് തരണം. ഇവിടെ കിട്ടാനുള്ള ബാലൻസ് പൈസ ഉണ്ടല്ലോ, അത് ഇയാളെടുത്തോ. മരണ വീട്ടിൽ താളപ്പേം കെട്ടി നടന്ന നിന്നെ ഇവിടെ വിളിച്ച എന്നെ പറഞ്ഞാ മതിയല്ലേ. ഈ കിട്ടുന്നത് എനിക്ക്. സാരി മേടിച്ച് 60,000 രൂപയോ? അതിനകത്ത് 10,000 രൂപ സാരിക്കായി. 40,000 രൂപ നീ കമ്മീഷൻ അടിച്ചേ. രണ്ടാമത് ഫുഡിന്റെ കാര്യം 1 ലക്ഷം രൂപയുള്ളൂ. ബാക്കി കാശ് നീ കമ്മീഷൻ അടിച്ചു. ഓഡിറ്റോറിയം 1 ലക്ഷം രൂപയുള്ളൂ. 1.5 ലക്ഷം രൂപ അത് നീ കമ്മീഷൻ അടിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടിക്കളയും. ഒരു ബെസ്റ്റിയുടെ കടമ പറഞ്ഞാലേ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഇവരൊക്കെ കല്യാണം കഴിയുന്നത് വരെ ഉള്ള ഒരു ബെസ്റ്റിയുടെ ആയുസ്. അത് കഴിഞ്ഞ് ഞാനൊക്കെ കുത്തിയിരുന്ന് ചാറ്റ് ചെയ്ത് വലയിലാക്കി ഒരുത്തരെ വീഴ്ത്തണമെന്നില്ലേ എന്തോ ഒരു സമയം വേണമെന്നറിയാമോ. അതുകൊണ്ട് ഈ അവസരത്തിൽ ചോദിക്കാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ചോദിക്കുക, ചേട്ടൻ എന്നെ ബെസ്റ്റ് ആക്കി കൂടെ? നിനക്ക് ബെസ്റ്റ് നല്ല പറ്റിയത് ഗുസ്തി തന്നെ.